ഹലോ ഗൈസ്, നമ്മളൊരു നല്ലൊരു പേരക്കുണ്ട്. പേരക്കൻ്റെ ഒരു തെയ്യുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ ഒന്ന് രണ്ട് പേരക്കൻ്റെ തെയ്യ് തീമെന്നേ എയർ ലെയറിങ് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിറയെ കായുണ്ട്. കായ് വലിപ്പം ആവുന്നുള്ളൂ. ഇവിടെയൊക്കെ കാണാം, കുറേ കല്ല് വലിപ്പം ആവുന്നുണ്ട്. നിറയെ കായ്ക്ക് ഒരു കൊലയിൽ തന്നെ 2-3 ആയിട്ട് അങ്ങനെ നിറയെ കായ്ക്കുന്ന ഒരു പേരൊക്കെയാണ്. അപ്പോൾ അതിൽ രണ്ട് കൊമ്പ് നമുക്ക് മുറിച്ച് നടണം. അപ്പോൾ അതിന് വേര് പിടിപ്പിക്കാനുള്ള പരിപാടികളാണ്. ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ളത് കുറച്ച് ചകിരിത്തുപ്പ്. കുറേ ആൾക്കാർക്ക് കണ്ടോലും അറിഞ്ഞുണ്ടാവും. ഇതാണ് ചകിരിത്തുപ്പ് വേണം. പിന്നെ അതുപോലെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് വേണം. നല്ല മൂർച്ചുള്ളൊരു കത്തി, നമ്മളവിടുന്ന് കൊടുക്കുന്ന കത്തിയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല അണച്ച് നല്ല മൂർച്ചുള്ള കത്തിയാണ്. ഒരു കട്ടറും വേണം, ഒരു ലേസം കയറും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതിന് ചെറിയൊരു മരുന്നുണ്ട്, റൂട്ടിംഗ് ഹോർമോൺ പറഞ്ഞ ഒരു മരുന്നുണ്ട്. അതും കൂടി വെച്ചാൽ നമുക്ക് ചെയ്താൽ കെട്ടി വെച്ചാൽ 2 മാസം കൊണ്ട് നമുക്ക് വേര് ക്ലിയറായിട്ട് വരും. അപ്പോൾ നമുക്ക് വേറെ ചട്ടിയിലോ അല്ലെങ്കിൽ വല്ല റമ്മിലോ നിലത്തോ എവിടെയെങ്കിലുമായിട്ട് നല്ല ഉഷാറായിട്ട് നടാം. വളമൊക്കെ കൂട്ടി കൊടുത്താൽ നല്ല ക്ലിയറായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കുക. 2 ചെയ്ത് സക്സസ് ആയിക്കണ്. ഇതിപ്പോൾ 2ാമതാണ്. ഇതിപ്പോൾ നമ്മൾ വേറൊരു പേരക്ക, നല്ലൊരു ഐറ്റം വലിയ പേരക്ക നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് കണ്ടപ്പോഴേ ഇതിൽ കൊടുത്തിട്ട് വെഡ് ചെയ്താണ്, ഗ്രാഫ്റ്റ് ചെയ്താണ്. ആ ഗ്രാഫ്റ്റിൻ്റെ ഒരു അടയാളമാണ് ഇവിടെ കാണുന്നത്. ഈ ചെറിയൊരു യുവാകൃതിയിൽ കണ്ടില്ലേ, അത് നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഒരിക്കൽ മുറിഞ്ഞ് പോയിട്ട് 2ാമത് വരികയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ലേശം ഒന്നിട്ട് ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്നിട്ട് എടുത്താൽ ഇതൊന്ന് കൊടുക്കുക, അതിൻ്റെ അപ്പുറത്തൊന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ 2 നമുക്ക് മുറിച്ചെടുത്താൽ ഇപ്പോൾ എനിക്ക് വെളിച്ചം കിട്ടും. അപ്പോൾ ഇത് ഇവിടെക്കതാ പേരൊക്കെ ഇങ്ങനെ ആയി വരികയാണ്. ഇറക്കാനായിട്ടുള്ളൊരു 2 മാസം പാടെ കഴിഞ്ഞാൽ നിറയെ പേരൊക്കെ ആയി വരും. അപ്പോൾ ഈ വർഷത്തിൽ ചൂടിനായതാണ്. കണ്ടില്ലേ, മോൾക്കൊക്കെ നോക്കി പേരക്ക നല്ല നാച്ചുറലായിട്ടുള്ള, രാസവളമൊന്നുമില്ല, ജൈവവളം മാത്രം. ഇപ്പോൾ വളമൊക്കെ നല്ല കൊടുത്തതാണ്. 2 പ്രാവശ്യമായിട്ട് വളം കൊടുത്ത് നമ്മൾ തെങ്ങിന് എങ്ങനെ കൊടുക്കണം അതേമാതിരി ഇതിനും കൊടുക്കും. അപ്പോൾ ഇഷ്ടംപോലെ കായ്ക്കലുണ്ട്. 10-100 പോലെ കഴിഞ്ഞൊരു 2 മാസം മുന്നേ അറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വീണ്ടും ഉണ്ടായി. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ബ്രൂണിങ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രൂണിങ് ചെയ്ത ഉടനെ പെട്ടെന്ന് കായ്ക്കും. പക്ഷേ അതെല്ലാം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ നമ്മളാദ്യം നമ്മളെ വീഡിയോയിലേക്ക് പോകണ എന്നാണ് പരിപാടി തുടങ്ങുകയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം കണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം നമുക്ക് ചെറുതോളൊക്കെയാണ് പൊട്ടിച്ചു കൊടുത്താൽ, കട്ട് ചെയ്ത് കൊടുത്താൽ നന്നാവും. ആദ്യം നമുക്കിങ്ങനെ ഒന്നുണ്ട് അറുത്ത് കൊടുക്കണം. ഒന്ന് ചെറുങ്ങനെ ഒന്നുണ്ട് അറുത്ത് കൊടുക്കുക. ഒരു 1-1.5 ഇഞ്ച് ഗ്യാപ്പിൽ തൊലി ഒന്നുണ്ട് അറുത്ത് കൊടുക്കുക. അറുത്ത് കൊടുത്തിട്ട് അത് തൊലി കൊണ്ട് പൊളിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേമാതിരി ചെയ്തിട്ട് ഇതിന്മേൽ ചെറുങ്ങനെ ഒരു പശ ഉണ്ടാവും. ആ പശമെല്ലാം ഒന്നുണ്ട് ഒഴിവാക്കി കൊടുക്കണം. അല്ലെങ്കിൽ തൊലി വേര് വരില്ല. അവിടെ വീണ്ടും എൻ്റെ സ്കിന്ന് 2ാമതും വരിക ചെയ്യുക. അപ്പോൾ അതിനൊന്ന് എൻ്റെ ആ കൊഴുപ്പ്
പശപ്പശാണ്ട് ഒഴിവാക്കി കൊടുത്താൽ പിന്നെ അവിടെ സ്കിന്ന് വരില്ല, അതിൻ്റെ തൊലി വരില്ല. അപ്പോൾ നമുക്ക് നല്ല ഇതിങ്ങനെ ഒഴിവാക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ വേര് വരാൻ എളുപ്പം. കത്തി മൂർച്ചം വേണം. പിന്നെ മരത്തുമ്മക്ക് തട്ടും ചെയ്യരുത്. അതിൻ്റെ തമ്മരത്തും ഹാർഡായിട്ടുള്ള മരത്തുമ്മ തട്ടരുത്. അതിൻ്റെ സ്കിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ഒന്നായി ഇതിന് ഗ്ലാസ് ഇത് വേണം. കറ്റാർ വായ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പറ്റില്ല. കറ്റാർ വായൻ്റെ പീസ് കിട്ടണം. ഇവിടെക്കൊന്നാണ് ബാരൻ്റെ കൊടുത്ത് പറഞ്ഞാൽ മരുന്ന് തേക്കുമ്പോൾ എങ്ങനെയൊന്നും വേണം. അതിങ്ങനെ കണ്ടെടുത്ത ഇതെടുത്തേ. അത് ശീല കണ്ടോ, ശീല തുറക്കാം. ഓക്കെ. നമുക്ക് കറ്റാർവാഴ എന്നാണ് തേച്ച് കൊടുക്കുക. കറ്റാർവാഴ നമ്മൾ തേച്ച് കൊടുത്താൽ ഹോർമോൺ തേക്കാനൊക്കെ പിടിക്കാനൊക്കെ എളുപ്പമാവും. ഹോർമോൺ ഒന്നാണ് പറ്റി കൊടുത്താൽ അവിടെയൊക്കെ അടുത്തത് ആ കയറും കെട്ട് ഇവിടെ ഇല്ലല്ലോ. ഇതുണ്ട് കേട്ടോ. ഇതിലെന്തെങ്കിലും ഗുളികക്കായാലും വെച്ചേക്കണേ? അത് കോയിൻ്റെ മരുന്നാണ്, കോഴി മരുന്നാണ്. പിടിച്ചാൽ അവിടെ നിന്ന് വേണ്ട ഇവിടെയൊക്കെ ഇവിടെ വയ്ക്കാം. ഇവിടെ അങ്ങോട്ട് പോകണമെന്നില്ല, ഇവിടെ തന്നെ നിന്നോ. ഈ ആവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. നടക്കുക അങ്ങനെ ഓട്ടുമ്മക്കാണ് കയറണം. നടക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് അതിൻ്റെ മണ്ണ് പൊതിച്ചല് കേട്ടോ. ചകിരിച്ചോറ് പൊതിയൽ ഇങ്ങനെയാണ്. സെൻറ്ററിക്കാണ്ടാവണം. സെൻറ്ററിക്കാണ്ടായാൽ ഓക്കെ. അല്ലേ ഇന്തിരളിമെന്നൊക്കെ കോഴിക്കൾ തിന്നാണ്. കോഴിക്കൊക്കെ വേറെ തിന്നാൻ ചാത്ത മാതിരി അത് തന്നെ ഒന്നുണ്ട്.
നല്ല ടൈറ്റായിട്ട് കെട്ടണം. ടൈറ്റായിട്ട് കെട്ടിയാലേ വേറെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കരുത്. എയർ ടൈറ്റ് ആക്കണം. ഒരു പേപ്പറും വെക്കാണ്ട്, ഈ പേപ്പറിന് കഴിയൂല. ഒരു പേപ്പറും കൂടി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താലേ നിൽക്കുള്ളൂ. ഇങ്ങനത്തെ പേപ്പറിന് ഒരു കഷ്ണം എടുത്താൽ മറ്റേ ചേട്ടിയും വന്ന് അപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് സെറ്റാക്കാം. എന്താക്കിയിട്ട് അതേമാതിരി ഒരു പേപ്പറും കൂടി വെച്ച് കൊടുത്താൽ സംഭവമുണ്ട്. അല്ലല്ല, പിന്നെ പോലെ അതിനടുക്കുക അതുകൊണ്ട് ലോങ് ആവും, ലെൻത്ത് കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ കത്തിയൊക്കെ ഒന്നാണ്ട് തുടച്ചിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ കട്ടാക്കി കൊടുക്കണം. ലീഫ് കട്ടാക്കി കൊടുത്തിട്ട് ഞാൻ അടുത്ത് ചെയ്യാനുള്ള ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയൊരു മാറാം. അപ്പോൾ അതാണ്ട് ഒഴിവാക്കുക. ഓക്കെ, ചെറിയൊരു മാറാടുണ്ട്. ഇയാളെയും വേണ്ട നമുക്ക്. ഓക്കെ, അങ്ങനെ ചെയ്യാം. റെഡിയല്ലേ? ഓക്കെ, കിടക്കട്ടെ. തൽക്കാലം ഒരു വെളിച്ചം, തൽക്കാലം ഒരു വെളിച്ചം കൊടുക്കുക. അതേപോലെ അപ്പോൾ നമ്മൾ ഇതിലാണ് കൊടുക്കുക. ഇതിലാണ് കൊടുത്താൽ ഇതിവിടെ ബാക്കിയായി കിട്ടണം. ഇറ്റേ ലേസവിടെ ബാക്കിയായി കിട്ടണം. ഞാൻ ചിലപ്പം പിന്നെ പൊടിച്ചാൻ ആഴ്മെന്ന് പൊടിച്ചൊന്നുമില്ല. ഓക്കെ, അത്ര അവിടെ കൊടുക്കുക, ഇത്ര അവിടെ കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ ഇതേമാതിരി ചെയ്താൽ അവനവൻ്റെ വീട്ടിൽ ഇതുപോലൊക്കെ എയർ ലെയറിങ്, ബെഡൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. ഇതിനൊക്കെ പെട്ടെന്ന് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ വേറെ എവിടെന്നെങ്കിലും തൊലികൾ കിട്ടിയാൽ, പുതിയ നല്ല ഐറ്റം പേരൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുന്നിട്ട് വീട്ടിൽ കൊടുന്ന് കണ്ടതിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പശ പോകും. നല്ല വെറൈറ്റി ഇനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ദീമ കൊടുക്കുക. ദീമെന്ന് വേറെ ഇന്നൊക്കെയും കൊണ്ടുപോവുക. അതൊക്കെ തന്നെ പരിപാടി. ഒന്ന് രണ്ടെണ്ണം ഓർഡറുണ്ട്. അപ്പോൾ ഓർഡറുള്ളവർക്ക് തൽക്കാലം പണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളൂ. തൊലികളൊക്കെ നോക്കട്ടെ. കൈകൊണ്ട് കാണാൻ പാടില്ല എൻ്റെ കർമ്മം. ഇവിടെ ഡേറ്റാക്കി നമ്മളെ ഹോർമോൺ എടുക്കുക. കറ്റാർവായൻ്റെ വീശിട്ട് കറ്റാർവായ ടൈമോ കറ്റാർവായ അതെല്ലാം
ഇല്ല, വൈകുന്നേരമാണ് കേട്ടോ. വെളിച്ചൊക്കെ കഴിഞ്ഞാണ്, വെയിലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു പോയി. വൈകുന്നേരമാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, ഏതുപോലെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സൈഡായിട്ടേക്ക് നമ്മൾ ഇവിടെ കത്തി. ഉണ്ടാണ് മുഴുവടല്ലോ. ആ മരുന്നും കൂടി ഉണ്ടാകുമ്പോൾ 2 മരുന്നും 2-3 മരുന്നൊക്കെയാണ്. അങ്ങനെ വരുന്നോട്ടെ, പിടിച്ചില്ലെങ്കിൽ പേപ്പർ അതിൻ്റെ ഉള്ളിൽ പോയാൽ പണിയാവും. അപ്പോൾ അതിന്മേലാണ് ഈ കാരണം വേരൊക്കെ പടയുമ്പോൾ എല്ലാം റൗണ്ടായി. റൗണ്ട് ഒന്നുകൂടെ സ്റ്റക്കാക്കിയാ, ഒന്ന് സ്റ്റക്കാക്കി ഓവറായി.